നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ പുതിയ ഒരു സംപ്രേഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സംസ്കൃതമാണ്. സംസ്കൃതം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അക്ഷരാർത്ഥത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന വിഷയം സംസ്കൃതമാണ്. സംസ്കൃതമാകുന്ന വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സംസ്കൃതം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, ദേവഭാഷയാണ്. ദേവരുടെ ഭാഷയാണ്, ദേവന്മാരുടെ ഭാഷയാണ്, ദേവഭാഷയാണ് സംസ്കൃതം. ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ദേവന്മാരുടെ ഭാഷയാണ് സംസ്കൃതം എന്നതിനാൽ ദേവന്മാർക്ക് രൂപം ഇല്ലാത്തതിനാൽ ദേവഭാഷയായ സംസ്കൃതത്തിനും രൂപമില്ല, അഥവാ ലിപിയില്ല. ഇതും കൂടി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം മനസ്സിൽ വെക്കണം. ദേവഭാഷയാണ് സംസ്കൃതം, ലിപിയില്ലാത്ത ഭാഷയാണ് സംസ്കൃതം. അനാദിയാണ് സംസ്കൃതം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളിൽ ചുരുങ്ങിയത് ദേവതലത്തിലെങ്കിലും എത്തണം. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിൽ നന്നായി പ്രതിഷ്ഠിക്കേണ്ടത്. അതായത് ദേവഭാഷയാണ്, ലിപിയില്ലാത്തതാണ് സംസ്കൃതം. അത് കാലങ്ങളായി നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ്, അത് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദേവതലത്തിലെത്തണം എന്നർത്ഥം. അർത്ഥതലങ്ങളുടെ 9 അർത്ഥതലങ്ങളുണ്ട്, അത് നമുക്കറിയാം. 9 അർത്ഥതലങ്ങളിൽ ദേവ അർത്ഥ തലത്തിൽ എത്തിയവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ ദേവഭാഷയായ സംസ്കൃതം ഗ്രാഹ്യമാകുകയുള്ളൂ, ഗ്രഹിക്കാനാകുകയുള്ളൂ. ഇത് ഒരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ ഭൂമിയിൽ ജനിച്ചവര് എന്ന് പറയുന്ന രൂപമുള്ള മനുഷ്യരിൽ ആർക്കതിന് സാധിക്കും എന്ന് പറഞ്ഞാൽ അത് സാധിച്ചിരുന്നവർ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. അവരാണ് സംസ്കൃതം കൈകാര്യം ചെയ്തിരുന്നത്. ഈ സംസ്കൃതത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നവർ എന്ന് പറയുന്നത്, മനുഷ്യരൂപത്തിൽ ഉള്ളവർ എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗവും ബ്രാഹ്മണരായിരുന്നു. എന്തുകൊണ്ട് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അർത്ഥവിശദീകരണമുണ്ട്. ബ്രാഹ്മണരെ ഭൂസുര എന്നാണ് വിളിക്കുന്നത്. സുര എന്ന് പറഞ്ഞാൽ ദേവരാണ്. ദേവരാണ് സുര എന്ന് പറഞ്ഞാൽ, ദേവന്മാരെയാണ് സുരന്മാരെന്ന് വിളിക്കുന്നത്. ഈ ദേവന്മാരുടെ ഭൂമിയിലുള്ള രൂപമാണ് ഭൂസുര എന്നറിയപ്പെടുന്ന ബ്രാഹ്മണർ. അതുകൊണ്ട് സംസ്കൃതം അവർക്ക് പ്രാപ്യമായിരുന്നു. ഒരു വലിയ പരിധിവരെ ബ്രാഹ്മണരായിരുന്നു സംസ്കൃതം കൈകാര്യം ചെയ്തിരുന്നത്.
ഭൂസുരയുടെ മുകളിലാണ് ദേവതലം, അതായത് സുരതലം വരുന്നത്, ദേവതലം വരുന്നത്. അപ്പോൾ ഭൂസുര മുതൽ ഉള്ളവരിലേക്ക് മുകളിലുള്ള അർത്ഥതലങ്ങളിലേക്ക് സംസ്കൃതം കൃത്യമായി യോജിച്ചിരുന്നു. അവർക്ക് സംസ്കൃതം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേദം സംസ്കൃതത്തിൽ എന്ന് പറയപ്പെടുന്നത്. ഭാരതീയമായ എല്ലാ സാഹിത്യ കൃതികളും ആ അർത്ഥതലം, അതായത് ദേവാർത്ഥതലം മുതൽ മുകളിലുള്ളവർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഉള്ളതാണ് സംസ്കൃതം എന്ന് പറയുന്നതിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നത്, സംസ്കൃത ഭാഷ എന്ന് പറയുന്നത്, ദേവഭാഷ എന്ന് പറയുന്നത് ലിപിയില്ലാത്തതാണ് എന്നും കൂടി മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഭാരതത്തിലെ ഭാഷകളെ പോലെ എഴുതിയല്ല സംസ്കൃതം സൂക്ഷിക്കപ്പെട്ടത്, മനസ്സുകളിലാണ് ശ്ലോകങ്ങളായി, അക്ഷരക്രമങ്ങളായി, അക്ഷര രീതികളായി സംസ്കൃതം സൂക്ഷിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ സ്വരഘടനയാണ്. പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളുടെ കൃത്യമായ സ്വരഘടനയാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വേദം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ക്ഷത്രിയർ, അതിന് താഴെ വൈശ്യർ, അതിന് താഴെ ശൂദ്രർ, ഇവരൊക്കെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണുന്നുണ്ട്. മലയാള ദേശത്ത്, ഭാരതത്തിലൊക്കെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംസ്കൃതം എഴുതിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സംസ്കൃതം എഴുതിയിട്ട് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിപിയിലാണ് എഴുതുന്നത്. സംസ്കൃതത്തിന് ലിപിയില്ല. അപ്പോൾ അത് ഏത് ലിപിയിലാണ് എഴുതുന്നത്? സംസ്കൃതം ഏത് ലിപിയിലും എഴുതാം. പക്ഷേ നമ്മൾ കാണുന്നത് ദേവനാഗരി ലിപിയാണ്. സംസ്കൃതത്തിന് ലിപിയില്ല, പക്ഷെ ദേവനാഗരിയിൽ അത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നേപ്പാള ദേശത്തെ ഭാഷ അതും ദേവനാഗരിയാണ്. ഹിന്ദി, ശുദ്ധമാകുന്ന ഹിന്ദി, അത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ സ്ഥലങ്ങളിലേക്കുള്ള ഹിന്ദിയാണ് ശുദ്ധമാകുന്ന ഹിന്ദി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് ഭയ്യന്മാരുടെ ഹിന്ദി എന്ന് പറയും. അവരുടെ ഹിന്ദിയൊക്കെയാണ് ശുദ്ധമാകുന്ന ഹിന്ദി. ബാക്കി നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണുന്ന ഹിന്ദി എന്ന് പറയുന്നത് കലർപ്പ് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. സംസ്കൃതം എന്ന് പറയുന്നതാണ് ഹിന്ദിയുടെ അടിസ്ഥാനം, മലയാള ഭാഷ പോലെ തന്നെ. പക്ഷേ ആ ഹിന്ദി, നമ്മൾ കാണുന്ന ഹിന്ദി എന്ന് പറയുന്നത്, പടങ്ങളിലൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായ പാട്ടുകളടക്കം ഉണ്ട് എന്ന് പാട്ടുകളടക്കമുള്ളവ കേൾക്കുന്നതും സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹിന്ദിയല്ല. അടിസ്ഥാനപരമായിട്ട് സംസ്കൃതത്തിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഹിന്ദിയല്ല. കലർപ്പുള്ള, വിഷലിപ്തമായ, അർത്ഥശൂന്യമായിട്ടുള്ളവ ചേർക്കപ്പെട്ടിട്ടുള്ള, മായം കലർത്തപ്പെട്ടിട്ടുള്ള ഹിന്ദിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾ ഓർത്ത് മനസ്സിലാക്കാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഈ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സംസ്കൃതം എന്ന് പറയുന്നത് സ്വരങ്ങളെ പ്രത്യേക രീതിയിൽ അർത്ഥതലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രമീകരിച്ചിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സംസ്കൃതത്തിന് പലതരത്തിൽ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റും. സംസ്കൃതത്തെക്കുറിച്ച് ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിലൂടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സം എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. സംസ്കൃതം, സംസ്കൃതി, സം നല്ലത്. കൃതം എന്ന് പറഞ്ഞാൽ കൃത എന്ന് പറഞ്ഞാൽ സത്യം എന്നുള്ളൊരു അർത്ഥം കൂടി സംസ്കൃതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല സത്യം എന്ന് പറയുന്നതില്ല, പക്ഷേ ഉദാത്തമായത് എന്നുള്ള ഒരർത്ഥം കൂടി നമുക്ക് സംസ്കൃതത്തിന് വരുന്നുണ്ട്. ഉദാത്തമായത്, അതിലും ഉദാത്തമായത് ഇല്ല. നമ്മളൊന്ന് ആലോചിക്കുക, സംസ്കൃതം നമ്മളിവിടെ സംസ്കൃതം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് സംസ്കൃതമല്ല എന്ന് പറയേണ്ടി വരും. സംസ്കൃതം എന്ന് പറഞ്ഞ് നമ്മളെ കുറേ പരിശീലിപ്പിച്ചിട്ടുള്ള സംസ്കൃതമല്ല. കാരണം സംസ്കൃതം മനസ്സിലാവുന്നത് തന്നെ ബ്രാഹ്മണർ മുതൽ മുകളിലേക്കാണ്.
ക്ഷത്രിയർക്കും കുറച്ച് പേർക്ക് ആ ഒരു തലം മനസ്സിലാകാം. അതിന് താഴേക്ക് വൈശ്യർക്കും ശൂദ്രർക്കും അത് അപ്രാപ്യമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംസ്കൃതം ഇവിടെ ആരും പഠിപ്പിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്തമായ ദേവഭാഷ, സ്വരങ്ങളുടെ അനർഗള നിർഗളമായ പ്രവാഹമായിട്ടുള്ള ദേവഭാഷ, പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന ദേവഭാഷ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒന്നും അറിയാത്തവനും നിരക്ഷരനും പഠിപ്പിക്കുക എന്ന് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കുന്നു എന്ന് അഭിനയിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. സംസ്കൃതം എന്ന് പറഞ്ഞാൽ സത്യം കൂടിയാണ്, നന്മയാണ്, സത്യമാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അതിൽ വരുന്നത് പാടില്ല, പാളാൻ പാടില്ല, പാളുന്നതാണെങ്കിൽ അത് സംസ്കൃതമല്ല, നല്ലതല്ലാത്തതാണെങ്കിൽ അത് സംസ്കൃതമല്ല. അതുകൊണ്ടാണ് ഭാരതീയമായ എല്ലാ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ആളുകളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ശ്ലോകങ്ങളായിട്ടാണ് ഭാരതത്തിലെ അറിവ് പ്രചരിച്ചത്. അതായത് അക്ഷരത്തിൽ നിന്നാണ് എല്ലാം ഉത്പന്നമാകുന്നത്, ഭാഷകളും അതിൽ നിന്ന് തന്നെയാണ് ഉൽപ്പന്നമാകുന്നത്. ഭാരതീയമായ കലകളും സാഹിത്യവും എല്ലാം, ശാസ്ത്രങ്ങളും ഭാഷയും എല്ലാം തന്നെ അക്ഷരമാകുന്ന ഓംകാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്നതാണ്. അത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. സംസ്കൃതവും ഓംകാരമാകുന്ന അക്ഷരത്തിൽ നിന്ന്, അദ്വൈതത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്നതാണ്. അതുകൊണ്ട് ഓംകാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്നത് സത്യമാണ്, സത്യമാകുന്നത് ശിവമാണ്, ശിവമാകുന്നത് സുന്ദരമാണ്. അതായത് സുന്ദരമാകുന്നതാണ് സംസ്കൃതം, ശിവമാകുന്നതാണ് സംസ്കൃതം, സത്യമാകുന്നതാണ് സംസ്കൃതം. നമ്മൾ കൃതം എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. കൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ, ദേവഭാഷയിൽ സത്യമെന്ന് അർത്ഥമുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കൃതയുഗം, സത്യയുഗം എന്ന് നമ്മൾ പറയും. കൃതയുഗം എന്ന് പറയുന്നത് ആദ്യത്തെ യുഗമാണ്. പിന്നെ ത്രേത വരുന്നു, ദ്വാപര വരുന്നു, കലി വരുന്നു. ഇപ്പോൾ കലി കഴിഞ്ഞിട്ട് 4-5 വർഷങ്ങളായി, 5-6ാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മൾ കലി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, എന്ത്, സത്യം എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര് നിലനിൽക്കുന്നത്? സംസ്കൃതം നിലനിൽക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ അത് ശിവമാകണം. ശിവം എന്ന് പറഞ്ഞാൽ ശിവനെ മാത്രമല്ല, മംഗളം എന്നും കൂടി അർത്ഥമുണ്ട്. ശിവം മംഗളം എന്നർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ ശിവമാകുന്നു, അതേസമയം തന്നെ മംഗളകരമായത് സുന്ദരവുമാകുന്നു. അതുകൊണ്ട് സംസ്കൃതം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ആർക്കും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സംസ്കൃതം എന്ന് പറയുന്നത്. അത് സംസ്കാരത്തിൻ്റെ, സംസ്കരിക്കപ്പെട്ട ശുദ്ധമാകുന്നതിൻ്റെ, സത്യത്തിൻ്റെ ശബ്ദമാണ്, സ്വരമാണ്, സ്വരക്രമമാണ്. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, പഠിക്കാനാകുകയുള്ളൂ, പഠിപ്പിക്കാനാകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സംസ്കൃതം അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന എന്ന് അഭിനയിക്കപ്പെടുന്ന സംസ്കൃതമെന്ന് പറയപ്പെടുന്നവയ്ക്ക് അത് പഠിച്ചാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ വേദം, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പുസ്തകങ്ങളായിട്ട് ലഭ്യമാണ്. അത് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതം എന്ന് പറഞ്ഞിട്ടാണ് ഋഗ്വേദം തുടങ്ങുന്നത്. വേദത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന സംസ്കൃതം മതിയാവാതെ വരും. കാരണം ഇത് സംസ്കൃതമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, ഇവിടെ കലർപ്പുള്ള എന്തോ ആണ്. അത് പഠിപ്പിക്കണമെങ്കിൽ ബ്രാഹ്മണതലം, നമ്പൂതിരിയല്ല, ബ്രാഹ്മണതലം മുതൽ മുകളിലേക്കാണ്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന സ്വരം അടങ്ങിയിരിക്കുന്ന പദത്തിൻ്റെ ബ്രാഹ്മണസ്വരം
ആയിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥമല്ല നമ്പൂതിരി എന്ന് പറഞ്ഞ സ്വരങ്ങൾ അടങ്ങിയിരിക്കുന്ന പദത്തിൽ ലഭ്യമാവുന്നത്. രണ്ടും ഒന്നല്ല എന്നർത്ഥം. അതിനാൽ തന്നെ നമ്പൂതിരിക്ക് അത് അറിയണമെന്നില്ല, സംസ്കൃതം അറിയണമെന്നില്ല. പക്ഷെ ബ്രാഹ്മണൻ അറിയണം. സംസ്കൃതം അറിയുന്നവനെ ബ്രാഹ്മണനാകുന്നുള്ളൂ. അങ്ങനൊരു മാനദണ്ഡം കൂടി നമ്മളതിൽ വരുന്നുണ്ട്. സംസ്കൃതം അറിയുന്നവനെ പൂജ ചെയ്യാനാകൂ, വേദമറിയുന്നവനെ പൂജ ചെയ്യാനാകൂ, വേദമറിയാത്തവന് പൂജ ചെയ്യാനാവില്ല. ഇത് ഭാരതത്തിൻ്റെ തത്വസംഹിതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് സത്യവും ശിവവും സുന്ദരവുമാകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സംസ്കൃതം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് അക്ഷരാർത്ഥത്തിൻ്റെ ഈ ഉദാത്തമായ വേദി നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.